തുടങ്ങാം സോഷ്യൽ സ്കൂപ്പ് പെട്ടെന്ന്. കാര്യം ഇന്ന് കുറച്ചധികം ഇന്നലെ എടുക്കാനുള്ളൊരു സാവകാശം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ ചിലതൊക്കെ ഇന്നലെ വന്നതാണ്, പക്ഷേ അത്രയും പ്രസക്തി ഉള്ളത് കൊണ്ട് തന്നെ അത് വീണ്ടും കാണിക്കുകയാണ്. നോക്കാം ആദ്യത്തെ കൃഷ്ണ. ഇത് മുകിലൻ ചന്ദ്രകുമാറിൻ്റെ ട്വീറ്റാണ്. മുകിലൻ _C ആണ് അദ്ദേഹത്തിൻ്റെ ID. ഇനി ട്വീറ്റ് എന്ന് പറയുമ്പോൾ എക്സ് എന്നെ എപ്പോഴും കറക്റ്റ് ചെയ്യുന്നുണ്ട് പ്രേക്ഷകരും. അതിപ്പോൾ ട്വിറ്റർ ആണോ എക്സ് ആണോ എന്നുള്ളത് ഇലോൺ മസ്കും ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും IIT മദ്രാസ് സ്റ്റുഡൻറ് ധനഞ്ജയ് സ്പീക്സ് ഓൺ പലസ്റ്റൈൻ ജനസൈഡ് ഡ്യൂറിംഗ് ദി കോൺവൊക്കേഷൻ ഇവന്റ്. ഇത് IITയുടെ കോൺവൊക്കേഷൻ ഇവന്റിലാണ് പലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കൊലയെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചത്. അതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. തൊട്ടു താഴെ തന്നെ ആവിഷ്കാർ, ജ്യോതി ശങ്കരനാണത് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആവിഷ്കാർ എന്നുള്ള ഐഡിയിൽ നിന്നാണ്, എക്സ് ഐഡിയിൽ നിന്നാണ് ആ പോസ്റ്റ്. വളരെ പ്രസക്തമാണ്. നോ പലസ്റ്റൈൻ സ്റ്റുഡൻറ് എവർ സെറ്റ് ലൈക്ക് ദിസ് ഫോർ ദോസ് ഇന്ത്യൻ ആർമി സോൾജേഴ്സ് ഹു ഡൈഡ് ഇൻ കശ്മീർ. പലസ്റ്റൈൻ നെവർ സപ്പോർട്ട്സ് ഇന്ത്യ കോസ് ഇൻ കശ്മീർ. ഷെയിം ഓൺ ഇന്ത്യൻ സ്റ്റുഡൻസ്. വളരെ വ്യക്തമാണ്. പലസ്തീനിൽ ആരെങ്കിലും ഈ കശ്മീരിൽ കൊല്ലപ്പെടുന്ന ഇന്ത്യൻ സൈനികർക്ക് വേണ്ടി ഇങ്ങനെ ഒരു പോസ്റ്റോ പ്രസംഗമോ നടത്തിയതായി കേട്ടിട്ടില്ല. അവിടെ ഉണ്ടല്ല. അടുത്ത് നോക്കാം. ഏത് സംഖ്യയാണടാ പറഞ്ഞ് ശശി പ്രതികരിച്ചില്ല എന്ന് ഫേസ്ബുക്കിൽ 2 പോസ്റ്റ് ഇട്ടു. KPCC മീറ്റിങ്ങിൻ്റെ ഇടയിലാണോ ഇതിൻ്റെയൊക്കെ ജോയ്? വോട്ട് കൊടുത്തവർ ശശി. ഇതൊരു സെറ്റാർ എക്സ് പോസ്റ്റാണ്. അതെ, അത് അതിന്റെ മുകൾ ഭാഗത്ത് ഒന്ന് കാണിച്ചത് മൻ കി ബാത്തിന്റെ ആണെന്ന് തോന്നുന്നു. അതെ, അതായത് ഇതൊരു വിവാദമുണ്ടായിരുന്നു. ശശി തരൂർ ഇവിടെ സന്ദർശിച്ചില്ല. അതെ, മൻ കി ബാത്തിൻ എന്നുള്ള ഐഡിയിൽ നിന്നുള്ള ട്വിറ്റർ ഹാൻഡിലിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ എക്സ് ഹാൻഡിലിൽ നിന്നാണ്. ഈ ശശി തരൂർ ഇവിടെ ഈ ദുരന്തമൊക്കെ നടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു വിമർശനമുണ്ടായി. അപ്പോൾ അതിന് അദ്ദേഹം നൽകിയ മറുപടി, 2 പോസ്റ്റ് ഇട്ടല്ലോ, ഞാൻ ഫേസ്ബുക്കിൽ 2 പോസ്റ്റ് ഇട്ടല്ലോ എന്ന്, അവിടെ പോയി ഷോ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. അപ്പോൾ ഉയർന്നൊരു ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ. അതെല്ലാം കൂടി കാണിക്കുന്നില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ തുറന്ന ജീപ്പിലും അലങ്കരിച്ച വാഹനത്തിലും ഘോഷയാത്രയും ഒക്കെ ഇവിടെ നടത്തിയത് ഷോ ആയിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹം വരുമ്പോൾ മറുപടി പറയട്ടെ. ഇതിന് ബാക്കിയാണ് അദ്ദേഹം ബംഗ്ലാദേശിൽ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ചോദിച്ചത്. വെളിച്ചം വീശുമോ? അതിനും മറുപടി വന്നായിരുന്നു. തിരുവനന്തപുരത്ത് പറഞ്ഞു തരാമെന്ന്. ശരി, അടുത്ത് നോക്കാം. സോഷ്യൽ സ്കൂപ്പിൽ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഇത് വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ്. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കലാപത്തെക്കുറിച്ച് അതിനുള്ള വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കലാപം ഉണ്ടായിരിക്കുക അത് വളരെ ഓർഗാനിക് ആണെന്ന് തോന്നുന്നില്ല. ഇതും അഭിജിത്ത് അയ്യർ മിത്ര റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒറിജിനൽ ട്വീറ്റ് അല്ലെങ്കിൽ എക്സിലെ പോസ്റ്റ് എന്ന് പറയുന്നത് FJയുടേതാണ്. അതായത് പിന്നെ ഈ ബൈഡൻ ഭരണകൂടം ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പോക്കിൽ അത്ര സന്തുഷ്ടരല്ലാതിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ ഇവർ തമ്മിൽ മാത്രമല്ല ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചില തർക്കങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇത് സാധാരണഗതിയിൽ സ്വാഭാവികമായോ എന്തെങ്കിലും അവിടെ ഉണ്ടായ പെട്ടെന്നൊരു സംഘർഷം കൊണ്ടോ ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാണ് എന്നുള്ള മട്ടിലുള്ളതാണ് ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഈ പോസ്റ്റ്. പക്ഷേ എന്തായാലും ഇന്ത്യക്ക്, ഭാരതത്തിനൊട്ടും നല്ല വാർത്തയല്ല. അയൽപക്കത്ത് ഇങ്ങനെ ഇതൊരു ആഭ്യന്തര യുദ്ധത്തിലേക്കൊക്കെ നീങ്ങുകയാണെന്നുണ്ട്. കൂടുതൽ ഭാരതീയർ അവിടെ ഉണ്ട്. നമുക്ക് മാത്രമല്ല അയൽ രാജ്യമാണ്, സഹകരിക്കുന്ന രാജ്യമാണ്, നമുക്ക് ഇടപെടേണ്ടി വരും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അതായത് ഈ പെട്ടെന്ന് ഈ ചൈന സന്ദർശനം വെട്ടിച്ചുരുക്കി ഷെയ്ഖ് ഹസീന വന്നതിന് പിന്നാലെയാണ് കുറച്ചുകൂടി ആളി കത്തിയെന്ന് നോക്കി. എന്തായാലും അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരാതിരിക്കില്ല. കാര്യം ഇന്നിപ്പോൾ ആരൊക്കെ എത്രയൊക്കെ മൂടി വെച്ച് കഴിഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ കുറഞ്ഞപക്ഷം ഇത്തരം എക്സ് ട്വിറ്റർ ഹാൻഡിലുകളിലൂടെയെങ്കിലും ഇതൊക്കെ പുറത്തു വരും. അതാണ് ഇതിന്റെ പ്രസക്തിയും സോഷ്യൽ സ്കൂപ്പിന്റെ. ഈലോൺ മസ്കിന്റെ എന്താണ് പോസ്റ്റ്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ ബീയിങ് ദ മോസ്റ്റ് ഫോളോഡ് വേൾഡ് ലീഡർ. കഴിഞ്ഞ ദിവസം ഇത് വന്നിരുന്നു അല്ലേ? അദ്ദേഹത്തിന്റെ ലോകത്തെ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള ലോക നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വലിയ അഭിമാനത്തോടു കൂടി ഇത് പഴയ വാർത്തയാണ്. ഇത് ഇലോൺ മസ്കിന്റെ ഈ അഭിനന്ദനം മാത്രമാണ് പുതിയത്. പക്ഷെ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ആലോചിക്കണം. ഈ രാഷ്ട്രീയത്തിൽ ഒന്നും ഇടപെടാത്ത ഒരു വ്യക്തി കൂടിയാണ് ഇലോൺ മസ്ക്. അതെ, അല്ല, അതിന്റെ പ്രസക്തി ഇദ്ദേഹത്തിന്റെ ഈ ട്വിറ്റർ ഫോളോയിങ്, അന്ന് ട്വിറ്റർ ആയിരുന്നു, അതിലെ ഫോളോയിങ് കണ്ടപ്പോൾ ഈ ഇടത്ത് ഒരു പ്രചാരണമല്ല കുപ്രചരണം ഉണ്ടായിരുന്നു. ഇത് ബോട്ട് അക്കൗണ്ട് ആണെന്ന്, റോബോട്ടിന്റെ ബോട്ടുകൾ ഉണ്ടാക്കിയ വ്യാജ അക്കൗണ്ടുകളാണ് എന്ന്. കോൺഗ്രസിന്റെ ട്രോൾ എന്ന് പറയുന്നത് മോദിജിക്ക് 60 മില്യൺ 60 മില്യൺ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 60 മില്യൺ
ഫേക്ക് ഫോളോവേഴ്സ്, വ്യാജ ഫോളോവേഴ്സ്, അതായത് 6 കോടി. എന്തായാലും ഈലോൺ മസ്ക് വന്നിട്ട് ബോട്ടുകളുടെ ഇത്രയും ബോട്ടുകൾ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിനെ കുറിച്ച് ഇങ്ങനെ പരസ്യമായി പറയുമോ എന്നുള്ള ചോദ്യം മാത്രം വയ്ക്കുന്നു. മാത്രമല്ല ഇലോൺ മസ്ക് ആണ് പറയുന്നതെന്ന് ഓർക്കുക. എന്ത് പറയാനും ആരെയും പേടിക്കാത്ത, ഒരു കൂസലും ഇല്ലാതെ വെട്ടി തുറന്ന് പറയുന്ന ഒരു വ്യക്തി കൂടി. ശരി, ഇത് ശ്രീ ജെ നന്ദകുമാറിന്റെ എക്സ് പോസ്റ്റ് ആണ്. ഓൺ ദിസ് ഓസ്പീഷ്യസ് ഡേ ഐ ബൗ ടു ദി ഡിവൈൻ ടീച്ചർ ഹു ലൈറ്റ്സ് അപ്പ് അവർ പാത്ത്. ഹാപ്പി ഗുരുപൂർണിമ. ഗുരുപൂർണിമ പ്രമാണിച്ചുള്ളതാണ്. ആ വിശ്വപ്രസിദ്ധമായ ആ ശ്ലോകവും അവിടെ ഉണ്ട്. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മായി ശ്രീ ഗുരുവേ നമഃ. അപ്പം എല്ലാ ഗുരുക്കന്മാരെയും സ്മരിക്കാനും കൂടി നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം. വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡെയിലി ടൈം സ്പെൻഡ് ഓൺ സോഷ്യൽ മീഡിയ. അത് ഓരോ രാജ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എത്ര സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഇന്ത്യ 2 മണിക്കൂർ 36 മിനിറ്റ് ആണ് ശരാശരി. അല്ല, അത് പറഞ്ഞ് എന്നെ നോക്കുന്നത് എന്തിനാണ്? ഞാൻ സോഷ്യൽ മീഡിയയിൽ പോകുന്നത് വാർത്ത തേടാനാണ്. 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ. ഏറ്റവും മുന്നിൽ ഫിലിപ്പീൻസ് ആണ്, 4 മണിക്കൂർ 6 മിനിറ്റ് ശരാശരി. അല്ലേ? അതെ, ശരി. അങ്ങനെ പോകുന്നു. ഇന്ത്യയുടെ സ്ഥാനവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2.5 മണിക്കൂർ സമയം ശരാശരി. അത് ക്രിയേറ്റീവായിട്ടാണെങ്കിൽ ഓക്കെ കേട്ടോ, വരുമാനം ഉണ്ടാക്കുന്ന റീൽസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. അല്ലാതെ അവിടെ പോയി അതിൽ മുങ്ങി അവസാനം ഡെസ്പറേറ്റ് ആവുകയും ഡിപ്രഷൻ ആവുകയും പിന്നെ ഒക്കെ ചെയ്തിട്ട് കാര്യമില്ല. ഇതാരാണ് പറയുന്നത് എന്ന് കൂടിയാണ്. ശരി.